ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും തയ്ക്കാൻ പറ്റും കേട്ടോ. ടൈലറിംഗ് ക്ലാസ് നമ്പർ 60 ആണ്. ഇന്ന് എളുപ്പത്തിൽ ചുരിദാർ നമുക്ക് തയ്ക്കാൻ പറ്റും. കേരളത്തിലെ എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും, കാണുന്ന മലയാളികൾക്കെല്ലാം. അപ്പോൾ നമ്മുടെ കുർത്തി മെറ്റീരിയൽ 2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ മടക്കി വെച്ചിരിക്കുന്നത്. കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. കുർത്തി മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിന് നല്ല വീതി ഉണ്ട്. നൈറ്റി ബീറ്റെല്ലാം എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ കുർത്തിക്കുള്ള തുണി പറഞ്ഞ് മേടിക്കുമ്പോൾ അങ്ങനെ ഈ തുണി ഇതുപോലെയാണ് മടക്കേണ്ടത്. ഫുള്ളായിട്ട് മടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എത്ര ഇഞ്ച് എത്ര വീതിക്ക് നമുക്ക് മടക്കണം എന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഇനി നമ്മൾ വെച്ച ശേഷം ഇങ്ങനെ നമ്മളൊന്ന് അമർത്തി കൊടുക്കുക. ഇനി നമുക്ക് അളവ് ടോപ്പ് എടുക്കുക. അളവ് ടോപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. മേൽവശമൊക്കെ നമ്മൾ കറക്റ്റാക്കിയിട്ട് വെക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. ടൈലറിംഗ് ക്ലാസ് നമ്പർ 60 എത്തി നമ്മൾ. അപ്പോൾ ഒരു തയ്ച്ച കുർത്തി ഇപ്പം നമുക്കിപ്പോൾ സാധാരണ രീതിയിൽ കടയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടൈലർ ഷോപ്പിലൊക്കെ അല്ലേ നമ്മൾ അളവ് കുർത്തി കൊടുത്തിട്ട് വരും. അപ്പോൾ ഇതുപോലെ ചെയ്യണമെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പം നമ്മുടെ കുർത്തി നടുവേ മടക്കി കറക്റ്റാക്കി നമ്മൾ അളവ് കട്ട് ചെയ്യാൻ പോകുന്ന കുർത്തി കറക്റ്റ് നടുവേ മടക്കി വെക്കണം. ഓക്കെ, എന്നിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ തുണി മടക്കിയ ശേഷം മടക്കി വെച്ചല്ലോ. അപ്പം അളവ് ടോപ്പ് നമ്മൾ മടക്കി വെക്കുമ്പോൾ അതിനെക്കാട്ടും ഒരു 3 ഇഞ്ച് വീതി മതി നമ്മുടെ ഈ തുണിക്ക്, ഈ മടക്കിന് കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഞാനിത് ഇതുപോലെ മടക്കി വെക്കുന്നുണ്ട്. ദേ കണ്ടോ, ഇനി നമ്മുടെ അളവ് ടോപ്പ് എടുക്കുക. അളവ് ടോപ്പ് വെക്കുമ്പോൾ മേളിൽ നിന്നും ഒരു 1/2 ഇഞ്ച് താഴെയാക്കിയിട്ട് വേണം വെക്കാനായിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ തുണി മടക്കി വെച്ചല്ലോ, അതിൽ നിന്നും 1/2 ഇഞ്ച് താഴെയാക്കി വെക്കണം. പിന്നെ ദേ കണ്ടോളൂ, അതിനുശേഷം നമ്മൾ ഈ തുണി മടക്കിയതും നമ്മളുടെ അളവ് ടോപ്പ് മടക്കിയതും ഒരേ രീതിയിൽ, അതായത് ആ മടക്കുകൾ ഒരുമിച്ചിരിക്കണം. ഇത് കണ്ടോ, ദേ ഇങ്ങനെ ഒരുമിച്ച് വെക്കുക. നോക്കിക്കോളൂ, മേളിൽ തുണി കറക്റ്റാക്കി വെച്ച് നമ്മുടെ ഈ നെക്കിൻ്റെ ഭാഗമൊക്കെ കറക്റ്റാക്കി മേളിൽ നിന്നും 1/2 ഇഞ്ച് താഴെ കണ്ട, നോക്കിക്കേ കണ്ടോ, 1/2 ഇഞ്ച് താഴെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബോഡി കണ്ടോളൂ, ഈ ഒരു കൈക്കുഴിയുടെ ഭാഗങ്ങളൊക്കെ നമ്മൾ നിവർത്തി കറക്റ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ നമ്മൾ കറക്റ്റാക്കി നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ദേ കറക്റ്റാക്കി വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ കറക്റ്റ്, ഇതിങ്ങനെ എടുത്ത് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് പറഞ്ഞത്. കണ്ടോ, ഞാൻ നിൽക്കുന്ന ഭാഗത്തും നമ്മൾ കറക്റ്റാക്കി വെച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്കിൻ്റെ കണ്ടോ, നെക്കിൻ്റെ പോർഷൻസ് എല്ലാം നമ്മൾ കറക്റ്റ് സ്ലിറ്റ് കുർത്തിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ തയ്ക്കുന്നത് സ്ലിറ്റ് കുർത്തിയാണ്. ഓക്കെ, ശേഷം നമ്മൾ ദേ നോക്കിക്കേ, 1/2 ഇഞ്ച് അവിടെ എക്സ്ട്രാ ഉണ്ടല്ലോ. ഇനി നമുക്ക് കൈ ജോയിൻ ചെയ്തിട്ട് അളവ് ടോപ്പിൽ കൈ ജോയിൻ ചെയ്ത ഭാഗത്ത് നമ്മൾ കറക്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഔട്ട് സൈഡായിട്ട് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1/2 ഇഞ്ച് തള്ളി മാർക്ക് ചെയ്തിട്ടുണ്ട്. ബോഡിയുടെ എല്ലാം സെയിം തന്നെ ആദ്യം മാർക്ക് ചെയ്യുക. തയ്യൽ തുമ്പ് പിന്നെ കൊടുക്കാം. അടി വരെ നമ്മൾ സെയിം അളവിൽ കറക്റ്റ് അതേ അളവിൽ നമുക്ക് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇനി തയ്യൽ തുമ്പ് എത്ര കൊടുക്കണമെന്ന് മാത്രം ആലോചിച്ച് ചെയ്താൽ 1 ഇഞ്ച് വേണമെങ്കിൽ 1 ഇഞ്ച്, 1.5 ഇഞ്ച് വേണമെങ്കിൽ 1.5 ഇഞ്ച്, 2 ഇഞ്ച് വേണമെങ്കിൽ 2 ഇഞ്ച് എന്നുള്ള ലെവലിൽ കൊടുക്കാം. അടി വരെ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയുള്ളത് കണ്ടോളൂ. ഇപ്പം നമ്മളിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും കൂടി ഞാൻ ഷാർപ്പ് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി മാർക്ക് ചെയ്തിട്ട് കൈക്കുഴിയുടെ ഭാഗം തൊട്ടിട്ട് ഇനി കൈയിൻ്റെ ജോയിൻ ചെയ്ത ആ ഒരു വളവ് കണ്ടോ, അത് ആദ്യം ഒന്ന് വരച്ചു കൊടുത്തു. അതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് തള്ളി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 1/2 ഇഞ്ച് തള്ളി മാർക്ക് ചെയ്തിട്ട് നമ്മുടെ വിരൽ വെക്കുക. എന്നിട്ട് ഇതുപോലെ ഇത് കണ്ടോ മടക്കി, ഇത് കണ്ടോ 1/2 ഇഞ്ച് തള്ളി മാർക്ക് ചെയ്തതിൽ വിരൽ വെച്ച ശേഷം തുണീനെ നമ്മളിങ്ങനെ ആക്കിയിട്ട് അടിയത്തെ തുണിയിൽ മാർക്ക് ചെയ്യുക, കൈക്കുഴി മാർക്ക് ചെയ്തെടുക്കാം. ഒട്ടും തയ്ക്കാൻ അറിയാത്തവർക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാം. 100% കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് പലരും വന്ന് പറയും ഇങ്ങനെയൊന്നും ചെയ്താൽ കിട്ടില്ല, ആന ചേനാന്നൊന്നും പറയരുത്. കാരണം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പറയുന്നത്, ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടുക. ഇപ്പം നമ്മൾ മേൽവശത്തും തയ്യൽ തുമ്പെടുത്തോ കൈക്കുഴിയിലും തയ്യൽ തുമ്പെടുത്തോ അല്ലേ, നോക്കിക്കേ. ഇനി ഒരു കാര്യം, നമുക്ക് സ്ലിറ്റ് എവിടെയാണ് തുടങ്ങുന്നതെന്നൊന്ന് മാർക്ക് ചെയ്യണം. അത് മാത്രം ഒന്ന് സൈഡിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സൈഡിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യൽ തുമ്പുകൾ ഇടാം. തയ്യൽ തുമ്പ് വന്നിട്ട് ഞാൻ കൈക്കുഴിയുടെ ഭാഗം തൊട്ടിട്ട് കുറച്ച് ഇറക്കം വരെയുള്ള ഭാഗത്ത് ഞാൻ തയ്യൽ തുമ്പ് എടുക്കുന്നത് 1.5 ഇഞ്ച് എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ അത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇവിടെയൊക്കെ കൊടുക്കുന്നത്. ഇനി ഞാനുള്ളത് 1 ഇഞ്ച്, ഇനി സൈഡിലേക്ക് വരുന്ന സമയത്ത് 1.5 എന്നുള്ളത് ഒരു 1 ഇഞ്ചിലേക്ക് ഞാൻ കുറച്ച് വരുന്നത്. അതായത് വേസ്റ്റിൻ്റെ അവിടെ എനിക്ക് നല്ല ഷേപ്പ് കിട്ടാനായിട്ട് ഞാൻ 1 ഇഞ്ച് എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അത്രയും തയ്യൽ തുമ്പ് അവിടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. വീണ്ടും നമ്മുടെ ആ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ ഞാൻ ഒരു 1.25 ഇഞ്ചിലാണ് ബാക്കി എടുക്കുന്നത്. സ്ലിറ്റിൻ്റെ താഴെ വരെ ഞാൻ 1.25 ഇഞ്ചിനെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ലിറ്റിൻ്റെ
സ്ലിറ്റിൻ്റെ ഭാഗമാകുമ്പോൾ 1 ഇഞ്ച് എടുക്കാം. അരക്കെട്ടിന് വണ്ണമുള്ളവർ നമ്മൾ തയ്യൽ തുമ്പ് ഇത്തിരി ഒന്ന് കൂട്ടിയെടുക്കണം, നന്നായിരിക്കും. പിന്നീട് നമുക്ക് ഒന്ന് സ്ലിറ്റിൻ്റെ ഭാഗത്ത് ടൈറ്റ് വരാതിരിക്കാനാണ് നമ്മൾ ഇത്തിരി തയ്യൽ തുമ്പ് കൂടുതൽ എടുത്തിരിക്കുന്നത്. 1.25 ഇഞ്ചാണ് സ്ലിറ്റിൻ്റെ അവിടേക്ക് എടുക്കേണ്ടത്. അത് നമ്മൾ ചോക്ക് വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ടൈലറിംഗ് ക്ലാസ് നമ്പർ 60 ആണ്. ഇതിൽ നെക്കൊക്കെ വെറൈറ്റി ആണ് കേട്ടോ. നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡിലേക്ക് പോവുകയാണ് അല്ലേ. നമ്മൾ ബേസിക്കിൻ്റെ കാര്യങ്ങളെല്ലാം ബ്ലൗസ് വരെ നമ്മൾ ഫിനിഷ് ചെയ്തു. നമ്മുടെ തുണി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്, എന്നാലേ എനിക്ക് അടുത്ത വീഡിയോ ഇടുമ്പോഴും ഒരു ഇതാവുള്ളൂ. അപ്പം ഞാൻ ആദ്യം വരച്ചത് ഒന്നുകൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം അടിയിൽ നമുക്ക് വേണ്ടത്ര ലെങ്ത്ത് എത്രയാണോ ഉള്ളത് അതിൽ നിന്ന് നമ്മുടെ അളവ് ടോപ്പിൽ നിന്ന് 1 ഇഞ്ച് എക്സ്ട്രാ അടിയിലെടുത്താൽ മതി. എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗമാണ് നമ്മൾ സ്ലീവ് എടുക്കുന്നത്, അതായത് മേൽവശത്തുള്ള തുണിയാണ് നമ്മൾ സ്ലീവിന് എടുക്കുക. അപ്പോൾ അത് കുർത്തി മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിന് ഭയങ്കര വീതി കൂടുതലാണ് കേട്ടോ, ഭയങ്കര വീതി ഉണ്ടാകും. നൈറ്റി ബിറ്റിനാണെങ്കിൽ ഈ വീതി കിട്ടില്ല. അപ്പം സ്ലീവൊക്കെ നല്ല ലെങ്തി സ്ലീവായിട്ടാണ് എനിക്ക് ശരിക്കും ഇതിൽ കിട്ടുന്നത് കേട്ടോ. അപ്പം നോക്കിക്കാൻ ഞാൻ ഇതുപോലെ ഞാനിപ്പോൾ അതേ കൈ അറിയാതെ മറഞ്ഞു വന്നു. അത് നോക്കിക്കുക, അതൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ നെക്ക് മാർക്ക് ചെയ്യുന്നില്ല, കാരണം നെക്കിന് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഇതുപോലത്തെ റെഡിമെയ്ഡ് പാച്ചാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ അടുത്ത ക്ലാസ്സിൽ കാണുമ്പോൾ ഒരു കണ്ടിന്യൂഷൻ വരില്ല. അപ്പോൾ അതുകൊണ്ട് നെക്കിൻ്റെ വർക്ക്, നെക്ക് കട്ട് ചെയ്യുന്നതും അറ്റാച്ച് ചെയ്യുന്നതൊക്കെ അടുത്ത ക്ലാസ്സിൽ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അളവ് ടോപ്പ് വെച്ചിട്ട് ആണ് ഞാൻ ഇന്ന് കട്ടിങ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള ഈ പോർഷനിൽ അവിടെ നിന്നാണ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നോക്കിക്കുക, ഈ ഒരു തുണിന് നമുക്ക് 2 ലെയർ തുണിയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിനെ നമുക്കിത് ഇതുപോലെ മടക്കി വെച്ച ശേഷം ബാക്കി നമുക്ക് ഇനിയും തുണി അതിൽ ഇരിപ്പുണ്ട്. ആക്ച്വലി നല്ല ലെങ്ത്തും ഞാൻ അത്യാവശ്യം വണ്ണുള്ള ഒരാളായത് കൊണ്ട് എന്താ പറയുക, തുണി നല്ല വീതി ഒക്കെ തുണി കട്ട് ചെയ്തിട്ട് നമുക്ക് തുണിക്ക് നീളവും വീതിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പ് എടുത്ത ശേഷം സ്ലീവ് തുണി മടക്കിയ ഭാഗത്ത് നമ്മുടെ സ്ലീവിൻ്റെ മടക്ക് വരണം. കണ്ടല്ലോ, നോക്കിക്കേ, ഇങ്ങനെ വെച്ചിട്ട് അപ്പം നമുക്ക് അടിയിൽ നമുക്ക് സ്ലീവ് ലെങ്ത്ത് ഞാൻ വീണ്ടും ഒരു ഇഞ്ച് കൂടി കൂട്ടിയെടുക്കുന്നുണ്ട്. അടി മടക്കിയടിക്കാൻ ശരിക്കും നമുക്ക് 1 ഇഞ്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ 2 ഇഞ്ച് എടുക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് സ്ലീവ് കുറച്ചുകൂടി ലെങ്ത്ത് കൂട്ടി. ഈ സ്ലീവിന് നല്ല ലെങ്ത്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ശരിക്കും കൈമുട്ട് വരെ എൽബോ സ്ലീവ് എനിക്ക് ഒട്ടും തന്നെ ഇടുമ്പോൾ കംഫർട്ടബിൾ വരുന്നില്ല. നല്ല 3/4 സ്ലീവ് അല്ലെങ്കിൽ ഇറക്കം കൂടിയുള്ള സ്ലീവ് അല്ലെങ്കിൽ ഷോർട്ട് സ്ലീവ്, അതാണ് ഭംഗി. പിന്നെ കറക്റ്റ് തയ്യൽ തുമ്പിൽ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ആ കൈ ജോയിൻ ചെയ്ത ആ ഭാഗമില്ലേ, അവിടെ നമ്മുടെ ഈ തുണി പൊക്കിയ ശേഷം ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. എല്ലാം കറക്റ്റ് അളവിലാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. നോക്കിക്കേ, ഇനി ഞാൻ എല്ലായിടത്തും ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, അവിടെയൊക്കെ 1.5 ഇഞ്ച് കൊടുത്തു. ഇവിടെ 1/4 ഇഞ്ച് മേലിലോട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയ്യൽ തുമ്പായിട്ട് കണ്ടല്ലോ. അപ്പോൾ നമുക്കിനി ഇതും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് കട്ട് ചെയ്തില്ലല്ലോ ചേച്ചി എന്ന് പറയുന്നവർക്കും നെക്ക് നമ്മൾ ഈ ഒരു റെഡിമെയ്ഡ് പാച്ച് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ അടുത്ത ക്ലാസ്സിലുണ്ടാവും. ടൈലറിംഗ് ക്ലാസ് നമ്പർ 61-ലുണ്ടാവും. ഇത് ടൈലറിംഗ് ക്ലാസ് നമ്പർ 60 ആണ്. പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക. എളുപ്പത്തിൽ തന്നെ ചുരിദാർ കട്ട് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. നോക്കിക്കേ, വീഡിയോ ഒട്ടും തന്നെ ഞാൻ കട്ട് ചെയ്ത് ഒരു പോർഷനും കട്ട് ചെയ്യാതെ സിമ്പിളായി കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ലീവ്. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് നെക്ക് തയ്ക്കാൻ ഒക്കെ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഒരുപാട് അല്ലെങ്കിൽ ഫ്രണ്ട് നെക്കിന് വേറെ ഡിസൈൻ ആണെങ്കിൽ അതിന് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും. ഇതുപോലത്തെ നെക്ക് വെച്ചിട്ടാണ് അടുത്ത ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം.